ഹലോ, അസ്സലാമു അലൈക്കും. കുറച്ച് മുന്നേ വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ എല്ലാവർക്കും അറിയണ്ടാവൂലേ? ഭയങ്കര ട്രെൻഡിങ് റെസിപ്പി അല്ലേ അത്? ഇൻസ്റ്റ മൊത്തം അതേന് ട്ടോ. അപ്പൊ ഈ ഇഫ ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഇഫ ചിക്കൻ പോള റെഡിയാക്കി എടുത്താലോ? നല്ല ടേസ്റ്റ് ആട്ടോ. ഒരുപാട് മസാലയോ അങ്ങനെ ഒന്നും ഇല്ല ട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല ട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോരുത് ട്ടോ. അപ്പൊ ഇതാ കഴുകി ക്ലീൻ ചെയ്ത ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ആണ് ഞാൻ എടുത്തത്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെറുതാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം. പക്ഷേങ്കിൽ ഒന്നും കൂടി ഏറ്റവും നല്ലത് നീളത്തിൽ കട്ട് ചെയ്യുന്നതിനാണ്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂൺ ഒറിഗാനോ ഇല്ലേ, അതെന്തായാലും ഇടണം കേട്ടോ കൈമേലുണ്ടെങ്കിൽ. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങളെ കൈമേൽ തൈര് ഉണ്ടെങ്കിൽ തൈര് തന്നെ എടുക്കാൻ നോക്കുക. എൻ്റെ കൈമേൽ തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ നീര് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഈ മസാല മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇടണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടതാണ്, എന്തായാലും ഇടണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ നല്ലോണം പിടിച്ചോളൂ കേട്ടോ. അപ്പൊ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതെടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇല്ലേ, അത് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുമിച്ച് ഇടാണ്ട് ഇതേപോലെ വിട്ട് വിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ നീളത്തിൽ കട്ട് ചെയ്തതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മള് വീഡിയോ എന്താ പറയാ, കാണാൻ നല്ല മൊഞ്ചുണ്ടാവും ട്ടോ വീട് നീളത്തിലാകുമ്പോ. അപ്പൊ ഇതാ ഞാൻ ചിക്കൻ ഇവിടെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതേപോലെ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒറിഗാനൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഈ ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഒരു വൈറ്റ് സോസ് ഉണ്ട്, ഗാർലിക് സോസ്. അതൊന്ന് റെഡിയാക്കി എടുക്കുക. 4 പുഴുങ്ങിയ മുട്ടന്റെ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്, മഞ്ഞ ഒഴിവാക്കിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഇല്ലേ, വലിയതായതുകൊണ്ട് 3 എണ്ണം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ചീസ് സ്ലൈസ് ഇല്ലേ, അത് ഈ സോസിന്റെ ടേസ്റ്റ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ടേസ്റ്റ് ഭയങ്കര തന്നെ കേട്ടോ. നമ്മൾ ഈ ചിക്കനെല്ലാം കഴിച്ചവരുണ്ടാകും, കഴിക്കാത്തവരുണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഞാനും ഇതിന്റെ മുന്നേ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഷോർട്ടായിട്ട്. നല്ല ടേസ്റ്റ് ആയിട്ടാ ഈ ഒരു വൈറ്റ് സോസിന്. ഇതിലേക്ക് ഒരു അര കപ്പ് ഫ്രഷ് ക്രീം ഇല്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഇവിടെ കുക്കിംഗ് ക്രീമും കിട്ടും, അതും ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ അല്ലെ 1 ടീസ്പൂണോളം വിനാഗിരി ഇല്ലേ, സുർക്ക, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇതിപ്പോ അടച്ച്, പക്ഷേങ്കിൽ ഇതിലേക്ക് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് എന്നോട് മറന്നു പോയി, വീണ്ടും ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പ് അല്ലെ, കാൽ കപ്പിന്റെ ആവശ്യമില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണില്ലേ, അത്രയും മതിയാവും ട്ടോ. നല്ല തിക്കായിട്ട് തന്നെ ഇത് കിട്ടും. നല്ല ടേസ്റ്റ് തന്നെ ആട്ടോ ഈ ഒരു സോസിന്. കണ്ടോ, നല്ലോണം അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പൊ നിങ്ങൾ ഇത്തിരി ലൂസ് കാണുന്നത് ശ്രദ്ധിക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല പോലെ തിക്കായി വരും കേട്ടോ. ഇനിയിപ്പോ അതും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടതില്ല, ഇതേപോലെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയ ക്യൂബായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബ്രെഡ്. ചില ആൾക്കാർ ബ്രെഡ് അപ്പാട് കൈവച്ച് പൊടിച്ചിട്ട് അങ്ങനെ ഇടുന്ന കാണാം. നിങ്ങൾക്ക് വേണേ അങ്ങനെ ചെയ്യാം. പക്ഷേങ്കിൽ ഇതാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, പാനിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഓരോ ക്യൂബായിട്ട് തന്നെ ഇത് കാണുമ്പോൾ നല്ല ടേസ്റ്റ്, എന്താ പറയാ, നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇഷ്ടം പോലെ കട്ട് ചെയ്യുക, അതൊന്നും വിഷയമല്ല കേട്ടോ. ഇനിയിപ്പോ അതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 4 മുട്ട മതിയാവും കേട്ടോ. മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഒറിഗാനോ ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് കൂടി പോകരുത്, നോമ്പായത് കൊണ്ട് ഉപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ടാകും, പക്ഷെ എങ്കിൽ കൂടി പോകരുത് കേട്ടോ. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കുറഞ്ഞാലും കൂടരുതല്ലോ, അങ്ങനല്ലേ. ഇനിയിപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ, കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതുണ്ട്.
എന്നിട്ട് ഇതാ നല്ല പോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മൾ ഈ മുട്ടന്റെ മിക്സ് ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇല്ലേ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു 6 പീസ് ബ്രെഡ് ആട്ടോ എടുത്തത്. നമ്മൾ ഉണ്ടാക്കുന്ന പാൻ ഇല്ല അതിന്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ ചെറിയൊരു സോസ് പാനിലാണ് സെറ്റ് ആക്കി എടുക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 7 സ്ലൈസ് ബ്രെഡ് എടുക്കേണ്ടി വരും കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ ഇതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ചെറുതായിട്ടുള്ള ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബ്രെഡ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, മുഴുവനായിട്ട് ഇപ്പിടണ്ട. നമ്മൾ 2 ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്, അപ്പൊ പകുതി മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഈ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും ഗ്യാപ്പില്ലാണ്ട് നല്ലപോലെ ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അതിന്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ അത് അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് സോസ് ഇല്ലേ അതിന്റെ പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ പകുതിയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ഇനിയിപ്പോ ബാക്കിയുള്ള ബ്രെഡ് ഇല്ലേ അതും കൂടി ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ലെവലാക്കിയിട്ട് സെറ്റാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം സെറ്റാക്കി വെച്ച് കൊടുക്കാം. ഒരുപാട് കുത്തിയായ വൈറ്റ് സോസും അടിയിൽ വെച്ച സോസ് ഇല്ല അതിങ്ങനെ പുറത്തായി വരുന്ന അങ്ങനെ ചെയ്യരുത് കേട്ടോ. മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത ഈ മുട്ടയില്ലേ അത് ഇതില് അതിന്റെ ബാക്കിയുള്ള മുട്ടയാണ് കേട്ടോ. അഥവാ ബാക്കി ഇല്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ എല്ലാ സൈഡിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒന്ന് നല്ലപോലെ സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. എന്നിട്ട് ഇത് നല്ലപോലെ അടച്ച് വെച്ച് കൊടുക്കുക. ഈ എന്താ പറയാ ചില നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ഇതേപോലെ ഹോൾസ് ഉണ്ടാകും. അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്താ പറയാ അതൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ, ഫോയിൽ പേപ്പറോ വെച്ചിട്ട്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഒരു 20-25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം കേട്ടോ. വേറെ പാനിലേക്ക് തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പൊ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള വൈറ്റ് സോസ് ഇല്ലേ ഗാർലിക് സോസ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട്. ആ സോസും ഇതിലേക്ക് വന്ന് എങ്ങനെ കൂട്ടി കഴിക്കുമ്പോട്ടോ നല്ല ടേസ്റ്റ് ആണിത്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകെ. അപ്പൊ ഒരുപാട് പണിയൊന്നുമില്ല. ഈ ഉള്ളി പച്ചമുളക് അങ്ങനെ ഒന്നും വാട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്രെഡും മുട്ടയും ചിക്കനും മാത്രം മതി കേട്ടോ നമുക്ക്. അപ്പൊ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഇഫ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വട്ടം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ. എന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഓക്കെ ബൈ.